സൗഖ്യമാകട്ടെ. എല്ലാവരും ദൈവത്തെ സ്തുതിച്ച് ശബ്ദമുയർത്തി യേശുവിനെ സ്തോത്രം ചെയ്ത് ശബ്ദമുയർത്തി യേശുവേ എന്ന് പറഞ്ഞ് യേശുവേ വായ്കൾ തുറന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തിയാണ്. ഈ നിമിഷം തന്നെ 2 മാസമായി ഈ അമ്മയെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഈ പ്രയാസം ഇപ്പോൾ സൗഖ്യമാകാം. എന്റെ ഈ കൈയുടെ കാര്യം ഇന്ന് വിളിച്ചു പറയണമെന്ന് അത് ദൈവം ഇവിടെ വന്ന് കർത്താവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ചോണ്ട് എന്റെ കൈയുടെ കാര്യം ദൈവദാസൻ ഇത് വിളിച്ചു പറയണേന്ന് പറഞ്ഞ് ഞാനത് വിശ്വസിക്കുന്നു. ദൈവം എന്റെ കർത്താവ് ഇടത് കൈ ഉയർത്താൻ പ്രയാസമുണ്ട്. ഇടത് കൈയിൽ അവന്റെ ഷോൾഡറിൽ എന്തോ വെയിറ്റ് വെച്ചിരിക്കുന്നത് പോലെ ഒരു അനുഭവമുള്ള ഒരു വ്യക്തി. കൈ ഉയർത്താൻ പാടാണ്. ഇടത് കൈ വയറിൽ 2 ഭാഗത്ത് സ്വെല്ലിംഗ് ഉണ്ട്. ഇത് ട്യൂമറാകാം. ചില സമയത്ത് ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ഇങ്ങനെ പ്രസ്സായി പോകും. കട്ടിയായിട്ടുണ്ട് 2 ഭാഗത്ത്. ശക്തമായ വേദനയുണ്ട്. നീർക്കട്ടിയാകാം. ഇന്ന് രാത്രി ആ പ്രയാസമുള്ള വ്യക്തികൾ കൈ ഉയർത്തിക്കുന്നതിന് കൂടി ഞാൻ പ്രാർത്ഥിക്കും. ഉണ്ട്. നന്നായിട്ട് കൈ ഉയർത്തിക്കോ. ആരും പണി പ്രാർത്ഥിക്കും. കർത്താവ് സൗഖ്യമാക്കാം അമ്മച്ചി. ഇപ്പൊ യേശു കർത്താവ് സൗഖ്യമാണ്. തൊട്ടറിയാൻ പറ്റുമോ അമ്മച്ചി? ഏതിനറിയാൻ പറ്റും? അറിയാൻ പറ്റും. ഇപ്പൊ യേശു കർത്താവ് സൗഖ്യമാണ്. യേശു സൗഖ്യമാണ്. എല്ലാവരും ഒന്ന് സ്വപ്നം ചെയ്തു. ഇതിനകത്ത് കാത് കേൾക്കാൻ ബുദ്ധിമുട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഒരു കാത് കേൾക്കാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈ ഉയർത്തിയാണ്. ഒരു കാത് കേൾക്കാൻ നന്നായിട്ട് ഉയർത്തുന്ന കൈ. ഒരു കാത് കേൾക്കാൻ വെച്ചിരിക്കുന്നു പ്രയാസം. വേറെ ആരെങ്കിലും ഉണ്ടോ കാത് കേൾക്കാൻ ബുദ്ധിമുട്ടുള്ളവർ? പ്രയാസമുണ്ട്. ഒന്ന് മുമ്പോട്ട് വരാമോ? അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർ ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കും. അങ്ങനെയുള്ള പ്രയാസമുള്ളവർ നിങ്ങൾ ബാക്കിലേക്ക് ഓടി വരണം. ഇന്ന് രാത്രി നമ്മൾ വന്നത് എന്തോ കാണാനല്ല, സുവിശേഷത്തിന്റെ ശക്തി നമ്മെ തൊടട്ടെ. ആ പിതാവ് നടന്നു വരുമ്പോൾ നിങ്ങളെ കാതിലെ ആ കെട്ടം കഴിയും. നടന്ന് സൗഖ്യം വന്നുകൊണ്ടിരിക്കുമ്പോൾ സൗഖ്യമാവോ? ഏത് കാതിലാണ് പ്രയാസം? ഏത് കാതിൽ സംസാരിക്കും? ഒട്ടും സംസാരിക്കും. ആമേൻ. നമ്മൾ പ്രാർത്ഥിക്കും. ഈ ഘട്ടം കഴിയുമ്പോൾ എല്ലാവരും കർത്താവിനെ സ്തോത്രം. സൗഖ്യം നടക്കട്ടെ. അത്ഭുത വിടുതലുകൾ നടക്കട്ടെ. എല്ലാ പാസ്റ്റേഴ്സ് പറഞ്ഞത് ഗ്രാജുവേറ്റ്സ് എല്ലാം കടന്ന് നമ്മൾ ചേർന്ന് പ്രാർത്ഥിക്കാൻ പോകും. യേശു അത്ഭുത ദൈവമാണ്. യേശുണ്ട്, 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 യേശുണ്ട്. ഹല്ലേലൂയ. Thank you, Lord. കിഡ്നി സ്റ്റോൺ അപ്രത്യക്ഷമാകുന്നു. കിഡ്നി സ്റ്റോണുമായി ബന്ധപ്പെട്ട് കിഡ്നി കല്ല് ഇന്ന് രാത്രി സൗഖ്യമാകുകയാണ്. ശാരീരികമായി അസ്വസ്ഥതകളുള്ളവർ നിങ്ങൾക്ക് സീറ്റിന് മുമ്പോട്ട് കടന്നു വരാം. ഈ പ്രാരംഭത്തിൽ തന്നെ അത്ഭുത സൗഖ്യങ്ങൾ പരിശുദ്ധാത്മാവ് കൽപ്പിക്കുന്നു. നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ്. ഈ നിമിഷം അസാധാരണമായ അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യും. യേശുവിന്റെ നാമത്തിൽ അമ്മയുടെ നടുവിൽ നമ്പി വെച്ചു. യേശുവിന്റെ നാമത്തിൽ ഈ 3 വർഷമായി എല്ലാവരും ചേർന്ന് നാമം എന്ന് പറയണം.
3 വർഷമായി ഈ അമ്മ അനുഭവിക്കുന്ന പ്രയാസത്തെ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ അപ്രൂവ് ചെയ്യുകയാണ്. യേശുവിന്റെ നാമത്തിൽ സഭയ്ക്ക് അധികാരമുണ്ട്, സഭയുടെ മേൽ ജീവനുണ്ട്. സഭയുടെ നാഥൻ മരിച്ചവനല്ല, അവൻ ഉയർത്തവനാണ്. ഈ നിമിഷം ആ മാതാവിന്റെ മേൽ ഉയർപ്പിന്റെ ശക്തി സൗഖ്യമാകാം, സൗഖ്യമാകാം. അവൻ നോക്കി അവൻ നോക്കാൻ പറ്റും. നന്നായിട്ട് കുഞ്ഞു നോക്കി, നന്നായിട്ട് കുഞ്ഞു നോക്കി. ചെയ്യാൻ പറ്റാത്തത് ചെയ്തു. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? ഇപ്പൊ എങ്ങനെയുണ്ട്? നല്ലൊന്ന് കുഞ്ഞു നോക്കി. നേരത്തെ ചെയ്യാൻ പറ്റാത്തത് വ്യത്യാസമുണ്ട്, ഉണ്ട് ഉണ്ട്. കരം തട്ടി കർത്താവിനൊന്ന് സ്തോത്രം ചെയ്ത്, യേശുവിനൊന്ന് സ്തോത്രം ചെയ്ത്, നന്നായി നന്നായി കരങ്ങളെ ചേർത്തടിച്ച് യേശുവിന്റെ രാത്രിയുടെ വന്നിട്ടുള്ളതിന് ബോധ്യമുള്ളവരെല്ലാവരും യേശുവിന് മഹത്വപ്പെടുന്നേ, കർത്താവിന് മഹത്വപ്പെടുന്നേ. ഏത് കഥ കേൾക്കപ്പെട്ടത്? എന്താ തന്നെ അങ്ങനെ വിശ്വസിച്ചാണ് വന്നത്. അങ്ങനെ വരെ ശരിയായിക്കട്ടെ. എല്ലാരും ഒന്ന് സ്തോത്രം ചെയ്തേ. അതെല്ലാം ശരിയായി. കരം ഉയർത്തി കർത്താവ് എല്ലാവരും എഴുതിട്ടില്ല. കർത്താവ് സ്തോത്രം ചെയ്ത് കൈവച്ചേ ആ പ്രയാസം മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഇപ്പൊ എന്ത് സംഭവിച്ചു? ഹാസ്റ്റലിൽ കൂടെ കർത്താവ് സഹായിച്ചു. വെരി ഗുഡ്. എന്തോ പ്രയാസം? രണ്ടു മാസമായി ഉറങ്ങിട്ട് ഇപ്പോഴും ഈ കൈക്ക് വേദന ഉണ്ട്. നമ്മളൊന്ന് ചേർന്നൊന്ന് സ്തോത്രം ചെയ്ത് എല്ലാവരും ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാം. ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിൽ കൈയൊന്ന് ഉയർത്തി നോക്കണം. വിശ്വാസത്തോടെ, 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 വിശ്വാസത്തോടെ നന്നായിട്ടൊന്ന് ഉയർത്തിക്കും. യേശുവിന്റെ നാമത്തിൽ ആ കെട്ടങ്ങ് പൂട്ടട്ടെ, കെട്ടങ്ങ് പൂട്ടട്ടെ, ആ കെട്ടങ്ങ് ഉടയട്ടെ, ഉടയട്ടെ. സൗഖ്യമാകാം, സൗഖ്യമാകും, സൗഖ്യമാകും. എല്ലാവരും ദൈവത്തെ സ്തുതിച്ച് ശബ്ദം ഉയർത്തി യേശുവിനെ സ്തോത്രം ചെയ്ത് ശബ്ദം ഉയർത്തി യേശുവേ എന്ന് പറഞ്ഞ് യേശുവേ വായിക തുറന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തിയാണ്. ഈ നിമിഷം തന്നെ 2 മാസമായി ഈ അമ്മയെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഈ പ്രയാസം ഇപ്പോൾ സൗഖ്യമാകാം. സൗഖ്യം, സൗഖ്യം. എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തുക. യേശുവിനെ സ്തോത്രം ചെയ്ത് അത്ഭുതത്തിന്റെ ശക്തി വെളിപ്പെടും, അത്ഭുതത്തിന്റെ കരം വെളിപ്പെടും. അത്ഭുതത്തിന്റെ ദൈവം ഇന്ന് രാത്രി നമ്മെ സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുന്നു. ദൈവിക വിടുതൽ ഇന്ന് രാത്രി വ്യാപരിക്കുകയാണ്. ജയത്തിന്റെ ദൈവം ഇന്ന് രാത്രി അത്ഭുതങ്ങളെ ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടാകട്ടെ, യേശുവിന്റെ നാമത്തിൽ വിടുതൽ ഉണ്ടാകട്ടെ, യേശുവിന്റെ നാമത്തിൽ അത്ഭുതം സംഭവിക്കട്ടെ. ആ സാക്ഷ്യം തരാം. ഒന്ന് കൈയുയർത്തി. വ്യത്യാസം വന്നു.
പ്രാർത്ഥിച്ചുകൊണ്ട് വന്നു. എന്റെ ഈ കൈയുടെ കാര്യം ഇന്ന് വിളിച്ചു പറയണമെന്ന്. അത് ദൈവം ഇവിടെ വന്ന് കർത്താവിടെ കൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചോണ്ട് എന്റെ കൈയുടെ കാര്യം സഹിക്കുന്ന ദൈവദാസൻ ഒന്ന് വിളിച്ചു പറയണേ എന്ന് പറഞ്ഞ് ഞാനത് വിശ്വസിക്കുന്നു. ദൈവം എന്റെ കർത്താവ് വെള്ളിയും പൊന്നൊന്നുമല്ല ക്രിസ്തേശുവിൻ നാമത്തിനാൽ. വെള്ളിയും പൊന്നൊന്നുമല്ല ക്രിസ്തേശുവിൻ നാമത്തിനാൽ. അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടന്നിടുമേ ഭുജബലത്താൽ. അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടന്നിടുമേ ഭുജബലത്താൽ. അത്ഭുതം യേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. അത്ഭുതം യേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. വെള്ളിയും പൊന്നൊന്നുമല്ല ക്രിസ്തേശുവിൻ നാമത്തിനാൽ. വെള്ളിയും പൊന്നൊന്നുമല്ല ക്രിസ്തേശുവിൻ നാമത്തിനാൽ. അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടത്തിടുമേ തൻ ഭുജബലത്താൽ. അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടന്നിടുമേ തൻ ഭുജബലത്താൽ. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും. സ്വതമേന്ദ്ര അത്ഭുതങ്ങൾ നടക്കും. ഇന്ന് മാത്രമല്ല, യേശുവിന്റെ നാമത്തിൽ എന്നും അത്ഭുതങ്ങൾ നടക്കും. ജയമുണ്ട്. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളുണ്ട്, വിടുതലുണ്ട്, വലിയ വീര്യ പ്രവർത്തികൾ നടക്കും. കാരണം യേശുവിന്റെ നാമം അത്ഭുതത്തിന്റെ നാമമാണ്. ഹല്ലേലൂയ. എല്ലാവർക്കും ഇരിക്കാൻ ദൈവസംഘത്തിൽ സ്തോത്രം. പ്രാർത്ഥിച്ചപ്പോ എന്ത് സംഭവിച്ചു? അമ്മ പറഞ്ഞ കാര്യം പറയുന്നില്ല, ഞങ്ങൾ കേട്ടു. പക്ഷെ നിങ്ങൾ പറഞ്ഞ കേട്ടോ, പ്രാർത്ഥിച്ചപ്പോ എന്തുണ്ടമ്മ? കരം പട്ടി യേശു എന്ന് സ്വന്തം. യേശു എത്ര നല്ല ദൈവമാണ്. കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന, കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. സമാധാനമായി എത്ര നല്ല കർത്താവ് ഇരുന്നാണ് നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്ന. ഞാൻ പറഞ്ഞു, ഇന്ന് രാത്രി കർത്താവിന്റെ ഹൃദയത്തിൽ നൽകിയൊരു വേർഡാണ്. യേശു പുരുഷാർത്ഥത്തെ കണ്ട് മനസ്സലിഞ്ഞു. നിങ്ങൾക്ക് ഈ വചനത്തെ അങ്ങനെ ഏറ്റെടുക്കാം. മനുഷ്യൻ നിന്റെ മുഖത്ത് നോക്കാതെ അവൻ മാറി നടക്കുമ്പോ, നിന്നെ തള്ളിക്കളയുമ്പോ, നിന്നെ സഹായിക്കാൻ ആരുമില്ലെന്ന് പറയുമ്പോ, ഞാൻ നിന്റെ കൂടെയുണ്ട്, ഞാൻ നിന്നെ സഹായിക്കും, എന്റെ വീര്യമുള്ള ഭുജത്താൽ ഞാൻ നിന്നെ. യേശു വന്നിട്ടുണ്ട്.
ദിവസമല്ല, 38 വർഷം. യേശു അവന്റെ അടുത്ത് വന്നപ്പോൾ